നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസത്തോളം നമ്മൾ ഒരുപാട് വിവരങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് ഇപ്പോൾ അഫാൻ ജയിലിലാണ്, പ്രതിയാണ്, ഉമ്മ ചികിത്സയിലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിലപിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹതാപം തോന്നിയ ഒരു വ്യക്തിത്വമാണ് റഹീം, അഫാന്റെ പിതാവിനോട്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ശരിക്കും എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, പെരുമലയിലെ വീട് അത് ഇപ്പോൾ അവിടെ ആരും ഇല്ല. കാരണം ജപ്തിയിൽപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ഷെമീനയ്ക്കായിരുന്നാലും റഹീമിനായിരുന്നാലും അവിടെ താമസിക്കാൻ താല്പര്യമില്ല. കാരണം രണ്ട് മക്കളെ നഷ്ടപ്പെട്ടത് അവിടെ വെച്ചാണെന്ന് അദ്ദേഹം പലപ്പോഴേ ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മാതാവ് സർമ ബീവിയുടെ വീട്ടിലാണ്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കണോ അതോ മരിക്കണോ എന്നറിയാതെ അദ്ദേഹം ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. കാരണം 24 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. ഈ നാട്ടിലെത്തുമ്പോൾ ഒരു കുടുംബം മുഴുവൻ നാമാവശേഷമായ ഒരു അവസ്ഥയാണ് അദ്ദേഹം കണ്ടത്. അതായത് സ്വന്തം കുഞ്ഞിലെ കണ്ടിട്ട് പോയ തന്റെ കൊച്ചുമോൻ, ആ കൊച്ചുമോനെ കാണാൻ സാധിച്ചിട്ടില്ല, തന്റെ ഉമ്മയെ കാണാൻ സാധിച്ചിട്ടില്ല, സഹോദരനെയും സഹോദരന്റെ ഭാര്യയും, കൂടാതെ ഈ പറയുന്ന പെൺസുഹൃത്ത് ഫർസാന, മകന്റെ പെൺസുഹൃത്ത് ഫർസാനയെ കാണാനില്ല. അങ്ങനെ മൊത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നടുക്കടലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ റഹീമിന്റേതെന്ന് പറയുന്നത്. ഇദ്ദേഹം ഇപ്പൊ കഴിയുന്നത് പോലും ഈ നാട്ടുകാരുടെയും സഹോദരങ്ങളുടെയും ജമാഅത്ത് പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങളുടെയും ഒക്കെ ഒരു കരുണയിലാണ് അദ്ദേഹം കഴിയുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത്. അത്രത്തോളം ദയനീയമാണ്. ആ പാപ്പ പൊട്ടിക്കരയുകയാണ്. തന്റെ മകൻ കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ആ പിതാവിനുണ്ടായപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ കൊച്ചുമകൻ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ തനിക്കൊരു തുണയായിരുന്നേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 മക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും തനിക്ക് 2 മക്കളും മരിച്ചതിന് തുല്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊച്ചുമോനെ തന്റെ മകൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ആ മകനും മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ 2 മക്കളും ഇല്ലാത്തൊരു അവസ്ഥ. അപ്പോൾ തന്റെ ഇളയ മകനെങ്കിലും തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മകനെങ്കിലും തനിക്ക് തുണയായിരുന്നേനെ എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 24 വർഷം പ്രവാസിയായിരുന്ന ഒരാളാണ് ഞാൻ. ഒരു പ്രവാസം അനുഭവിച്ചവർക്ക് മനസ്സിലാവും, നമ്മുടെ കുടുംബവും മക്കളും എല്ലാം ഉപേക്ഷിച്ചാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി നാട് വിട്ടു പോയത്. കുടുംബത്തിന് വേണ്ടി എല്ലാം നഷ്ടമായവരാണ്. ഈ പ്രവാസികളുടെ കഷ്ടപ്പാടുകൾ ശരിക്കും നാട്ടിൽ നിൽക്കുന്ന ആരും തന്നെ അറിയുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ മാസവും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പണം അയക്കും. ഇനിയിപ്പോ പണം അയക്കാൻ പറ്റില്ലെങ്കിൽ കടം വാങ്ങിയെങ്കിലും നാട്ടിലേക്ക് അയക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല അതെ നാട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വീട് വരെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജപ്തിയുടെ വക്കീലാണ്. കേസ് ഉള്ളത് കൊണ്ട് തന്നെ അത് പൂട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഒരു കേസ്, അതായത് ഈ സംഭവം ഒരു 2 മാസം കൂടി നീളുമെന്നാണ് അദ്ദേഹം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നിൽക്കുന്നത് ഉമ്മ കൊല്ലപ്പെട്ട വീട്ടിലാണ്. അതായത് ഉമ്മയുടെ ഓർമ്മകൾ പേറി, ആ ദുഃഖവും പേറി അദ്ദേഹം ആ വീട്ടിൽ കഴിയുകയാണ്. തന്റെ ജ്യേഷ്ഠന് കൊടുത്ത വീടാണ്. അപ്പോ ഈ സഹോദരങ്ങളും നാട്ടുകാരും ഈ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും ഒക്കെയുള്ള അവരുടെ കരുണയിലാണ് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് വീട് വെച്ച് നൽകാമെന്ന ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ ശ്രീകണ്ഠൻ നായർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് അവര് വീട് വെച്ച് നൽകും, പക്ഷെ അദ്ദേഹത്തിന് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇത് നീണ്ടു പോവുകയാണ്. സ്ഥലം കിട്ടുകയാണെങ്കിൽ വീട് വയ്ക്കാമെന്നുള്ള നിലപാടിലാണ് അവര്. അപ്പോൾ സ്ഥലമില്ല, അപ്പൊ വീടും ആകാത്തൊരവസ്ഥ, തനിക്ക് കയറി കിടക്കാൻ ഒരു കൂരയില്ല. മകൻ കാരണം പലയിടത്തുനിന്നും അറിയാം നമുക്ക്, തന്നെ അത്തരം ഒരു മകന് ജന്മം കൊടുത്തതിന്റെ പേരിൽ ആരായിരുന്നാലും ഇപ്പൊ സഹായിക്കുന്നവർ കാണും, എങ്കിൽ പോലും പഴിചാരുന്നവരും അവിടെ കാണും. അപ്പോൾ അത്തരത്തിൽ ആ വേദനകളൊക്കെ പേറി ആ പിതാവ് ഈ പറയുന്ന ആ വീട്ടില് ഏകനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഏകദേശം അഫാൻ പറയുന്നത് 50 ലക്ഷത്തിന് പുറത്ത് കടങ്ങളൊക്കെ ഉണ്ടെന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് റഹീം പറയുന്നത് 35 ലക്ഷത്തിന്റെ കടം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇതിനിടയിൽ റഹീം ഒരു നിർണായക നീക്കം ഈ ഇടയ്ക്ക് നടത്തിയിരുന്നു. അതായത് വ്യാജ വാർത്തയ്ക്കെതിരെ, അല്ലെ, വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് അഫാനെയും തന്നെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്ന റിപ്പോർട്ടുകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അത് ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ല, തെറ്റായ വാർത്തയാണ്. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നതടക്കമുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു പിതാവാണ്. അപ്പൊ എന്നെ വെച്ച് ആ ഒരു റേറ്റിംഗിന് വേണ്ടിയിട്ട് ആ ചാനലുകാരൊക്കെ
അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ്. ഒരു കാരണവശാലും മകനെ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് കാണാൻ താല്പര്യമില്ല, താൻ ഒരിക്കലും മകനെ ഇനി അക്സെപ്റ്റ് ചെയ്യില്ല, അവനുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. യാദൃച്ഛികമായിട്ട് ഒരു വട്ടം കണ്ടതല്ലാതെ ഇതുവരെയും കാണാൻ ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടുമില്ല. അപ്പോൾ അത്രത്തോളം തകർന്നിരിക്കുന്ന ഒരു പിതാവാണ്. അപ്പൊ ആ പിതാവിനെ വെച്ചുകൊണ്ട് അത്തരത്തിലൊരു റേറ്റിംഗ് കൂട്ടാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അത് വേദന ഉളവാക്കുന്ന ഒരു വിഷയമാണ്. അദ്ദേഹം എല്ലാ തരത്തിലും ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനെ ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തന്നെ വെച്ച് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ അത്രത്തോളം വേദനിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അത് കാരണമാണ് അങ്ങനെ ഒരു നീക്കം അദ്ദേഹം നടത്തുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാര്യം, അഫാനെ കാണാൻ അതെ, അദ്ദേഹം പറയുന്നുണ്ട് അഫാനെ കാണാൻ തനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരൊറ്റ കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. നീ എന്തിനാണ് എന്റെ ഇളയ കുഞ്ഞിനെയും എന്റെ ഉമ്മേനും കൊലപ്പെടുത്തിയത് എനിക്കറിയണം. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അഫാനെ കാണണം എന്ന് ആവശ്യപ്പെടുന്നത്. ആ പാവപ്പെട്ടവരെ എന്തിനു കൊന്നു എന്ന് എനിക്ക് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം എന്നാണ് പിതാവ് പറയുന്നത്. അതെ, നമുക്കറിയാം ആ കുഞ്ഞു മകന്റെ മുഖം ആർക്കും മറക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമാണ്. നമുക്ക് ആർക്കും പേഴ്സണലി അറിയില്ല എങ്കിൽ പോലും ആ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ അവൻ നിഷ്കളങ്കത നമുക്കറിയാം. അപ്പൊ ആ കുഞ്ഞിനെ എന്തിനാണ് കൊന്നത്? അതായത് അദ്ദേഹം വളരെ കുഞ്ഞിലെ കണ്ടിട്ട് പോയതാണ്. അപ്പൊ എന്തിനാണ് എന്റെ കൊച്ചുമോനെ കൊന്നത്? എന്റെ പാവപ്പെട്ട ഉമ്മയെ എന്തിനാണ് കൊന്നത്? അതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇപ്പൊ കടങ്ങളുണ്ട്, ശരി, എങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട ഇവർ ജീവിച്ചിരിപ്പുണ്ട്. ഒന്നും അറിയാത്ത മറ്റു മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിലാണ് അദ്ദേഹം ആ ഒരു വേദനയോടെ പോകുന്നത്. അതുപോലെ ഈ ഷെമിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ അല്ലെ, ഷെമിയുടെ മാനസികാവസ്ഥയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അറിയാം, ആദ്യമൊക്കെ അവര് പറഞ്ഞിരുന്നത് താൻ കട്ടിൽ നിന്ന് വീണു, അഫാനല്ല തന്നെ ഉപദ്രവിച്ചത് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ സമൂഹ മാധ്യമങ്ങളടക്കം ഒരുപാട് വിമർശനങ്ങൾ അവർക്ക് നേരെ ഉയർന്നു. വീണ്ടും മകനെ ഇത്തരത്തിലൊരു മകനെ പൊതിഞ്ഞുകൊണ്ട് മകനല്ല ചെയ്തെന്ന് വരുത്തി തീർക്കാൻ അവര് ശ്രമിക്കുകയാണ്, അവര് നല്ലൊരു ഉമ്മയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിമർശനങ്ങളും ഉയർന്നു. പക്ഷെ ഇതില് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരും പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ ആരും കണ്ട മാനസികാവസ്ഥയിലല്ല ഇത് കണ്ടു നിൽക്കുന്ന എനിക്കറിയാം. ഇപ്പോൾ പറയുന്ന ഒരു കാര്യമായിരിക്കില്ല തൊട്ടടുത്ത നിമിഷം ഈ പറഞ്ഞ ഷെമീന പറയുന്നത്. കാരണം അവർ മെന്റലി ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. കാരണം തലയ്ക്കാണ് പലതവണ അടി കിട്ടിയിരിക്കുന്നത്. ഏകദേശം 41 തുന്നലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഫോഴ്സിൽ ആ ഒരു അടി കിട്ടിയത് കൊണ്ട് തന്നെ അവര് ഈ ഒരു സെക്കൻഡിൽ പറയുന്ന സംഭവം ആയിരിക്കില്ല അടുത്ത സെക്കൻഡിൽ ആവർത്തിച്ച് പറയുക. പെട്ടെന്ന് തന്നെ അവർക്ക് വീണ്ടും മൈൻഡ് മാറി, പിന്നെ തൊട്ടടുത്ത നിമിഷം യാഥാർത്ഥ്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നു, പിന്നെ വീണ്ടും അതിനെ കുറിച്ച് സംസാരിക്കുന്നു. അതാണ്. അപ്പൊ അത് നേരിൽ കാണുന്ന റഹീം പറയുകയാണ്, ഇതാണ് ഈ ഷെമീനയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഷെമീന ഒരിക്കലും കെട്ടിച്ചമച്ച് പറഞ്ഞതല്ല. സംഭവം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഒരു നിമിഷം പറയുന്നതായിരിക്കില്ല, അടുത്ത നിമിഷം പറയുന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് 24 ന്യൂസ് ചാനലിലെ ശ്രീകണ്ഠൻ നായർ സാറിനോടും അന്ന് റഹീം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. എന്നാലും ഈ വിദേശത്ത് ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായെങ്കിലും ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിനിടയിൽ അഫാനും അതുപോലെ തന്നെ അമ്മയ്ക്കും കടങ്ങൾ ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ, പരിധിയില്ലാത്ത കടങ്ങൾ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു വെക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. റഹീബിന് വിദേശത്ത് ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന അഫാന്റെ ഉമ്മയും ഒക്കെ സാമ്പത്തികമായി പലരിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് അത് വെച്ചുകൊണ്ട് ദൂർത്ത് ആരംഭിച്ചത്. കാരണം ഈ കടങ്ങളിലൊക്കെ നിൽക്കുമ്പോ തന്നെയായിരുന്നു ഏകദേശം 2 ലക്ഷത്തിന്റെ ബൈക്കൊക്കെ അഫാൻ വാങ്ങിയിരുന്നത്. ഇപ്പൊ കടമുണ്ട് എന്നറിയാം, എന്നിട്ടും വീണ്ടും വീണ്ടും കടം വാങ്ങി ആർഭാടം ഒരു സൈഡിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. ഇവരുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല എന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് ഈ ഫർസാനയിൽ നിന്ന് 200 രൂപ വാങ്ങിച്ചിട്ട് തട്ടത്തുമലയിലെ വീട്ടിലേക്ക് പോയപ്പോഴാണ്. കാരണം 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു, കയ്യിൽ വേറെ പൈസയൊന്നുമില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ആകെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളിലൊക്കെയാണ് അഫ്സാൻ ആഹാരം ഉണ്ടാക്കി സ്കൂളിൽ പറഞ്ഞേച്ചു വിടുന്നത്. പിന്നീട് തുടർന്ന് ഈ ഒരു 100 രൂപയ്ക്ക് തട്ടുകടയിൽ കയറി ദോശ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. പിന്നെ മുന്നിൽ ആകെ ഉള്ളത് കുറെ കടക്കാരും കടകളും മാത്രമാണ്. അപ്പോ ആരിൽ നിന്നും ഒരു സഹായം ഒന്നും ലഭിക്കുന്നില്ല. ഈ കടത്തിൽ നിൽക്കുന്ന പിതാവിനും തങ്ങളെ ഒരിക്കലും സഹായിക്കാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അഫാൻ നേരെ ഇനി എല്ലാവരും കൊലപ്പെടുത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയായിരുന്നു ഈ ഒരു കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. രണ്ട് തവണയാണ് ഷമീനയ്ക്ക് നേരെ വധശ്രമം നടന്നത്. പക്ഷെ ഷമീന മരിച്ചു എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൂടെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രതി പറഞ്ഞിരുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് ആത്മഹത്യാ നാടകമൊക്കെ ജയിലിലും ഇറക്കിയതാണ്, താനും ഇനി ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ്
പിന്നെ അതിനുശേഷം വന്ന നാടകീയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? അതെ, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്തുകൊണ്ടാണ് ഓരോരുത്തരെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അഫാൻ പറഞ്ഞ് നമുക്ക് അറിയാവുന്ന. അതായത് ആദ്യം ഉമ്മയെ ആക്രമിക്കുന്നു, ഉമ്മയെ ആക്രമിച്ചത് ഉമ്മയുടെ കഴുത്തിൽ കിടന്ന ഷോള് കുരുക്കി ആ രീതിയിലാണ് ഉമ്മയെ ആക്രമിച്ചത്. അതിനുശേഷം നേരെ പോകുന്നത് ഉമ്മുമ്മയുടെ, അതായത് സൽമാ ബീവിയുടെ വീട്ടിലേക്ക്, പാങ്ങോടുള്ള വീട്ടിലേക്ക്. അവിടെ ചെന്ന് അവരോട് സ്വർണം ചോദിക്കുന്നു, അവർ കൊടുക്കുന്നില്ല. അപ്പൊ അവർ ഉപദ്രവിക്കുന്നു, കൊലപ്പെടുത്തുന്നു, സ്വർണം എടുക്കുന്നു, അതുമായി ബാക്കി പണയം വെക്കുന്നു, ക്യാഷ് എടുക്കുന്നു, കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം നേരെ പോകുന്നത് ഈ അബ്ദുൾ റഹീമിന്റെ സഹോദരൻ അല്ലെ, അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലേക്ക്. ലത്തീഫിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം തന്റെ പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. തന്റെ വീട്ടിൽ വെച്ച്, പേരുമലയിലെ വീടിനുള്ളിൽ വെച്ചിട്ട് ഈ പെൺസുഹൃത്തിനെ ഫർസാനെ കൊലപ്പെടുത്തുന്നു. ശേഷം ഏറ്റവും ഒടുവിൽ തന്റെ സ്വന്തം അനുജനെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയധികം കൊലപാതകങ്ങൾ. അമ്മയെ ലക്ഷ്യം വെച്ചു, എന്തോ ഭാഗ്യത്തിന് അമ്മ രക്ഷപ്പെട്ടു. അപ്പൊ ഈ ഒരു കൊലപാതക പരമ്പര, അഫാൻ എന്ന ഒരു 24-കാരൻ ഓടി നടന്ന് ചെയ്തു കൂട്ടിയ കൊലപാതക പരമ്പര നമ്മൾ കേരളത്തിന് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല അല്ലെ? ഏറ്റവും ഒടുവിൽ ജയിലിൽ വെച്ച് ഇപ്പൊ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ കാണണം, തനിക്ക് തെറ്റുപറ്റിപ്പോയി, പശ്ചാത്താപമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ജയിലധികൃതരാണ് ഈ വിവരമൊക്കെ പുറത്തുവിട്ടത്. അപ്പൊ മാതാപിതാക്കളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും റഹീം അതിന് തയ്യാറല്ല. അദ്ദേഹം പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ട്. അത്തരത്തിൽ മകനെ കണ്ടു എന്നും സംസാരിച്ചു എന്നും പറഞ്ഞതിനാണ് അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം മകനെ ഒരു തരത്തിലും ഇനി അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. തന്റെ മകനെ ഇനി ഒരു കാരണവശാലും ഈ പറഞ്ഞ ഷമീന കാണണമെന്ന് അഭ്യർത്ഥിച്ചാൽ പോലും താൻ കാരണം ഒരിക്കലും കാണില്ല, മറ്റു വഴികളിലൂടെ കാണണമെങ്കിൽ കാണാം. മകന്മാർ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ആ പിതാവ് പറയുന്നത്. അതായത് 2 മക്കളും തനിക്കില്ല, 2 മക്കളും മരിച്ചതിന് തുല്യമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഫർസാനയുടെ വീട്ടുകാരെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഫർസാനയുടെ വീട്ടുകാർ എങ്ങനെ തിരിച്ചു റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും അത് അവിടേക്ക് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ്. പിന്നെ 90 ദിവസത്തിനകം കുറ്റപത്രമൊക്കെ സമർപ്പിക്കാനിരിക്കുകയാണ്. 3 ഘട്ടമായിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുക. ആദ്യം പാങ്ങോട്ടുമ്മയുടെ കൃത്യത്തിൽ തന്നെയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. അതിനുശേഷം അബ്ദുൾ ലത്തീഫിന്റെതും ഭാര്യയെ കൊലപ്പെടുത്തിയത്, പിന്നെ ഫർസാനെയും അതുപോലെ തന്നെ അനുജനെയും കൊലപ്പെടുത്തിയത്. ഇനി കുറച്ച് തെളിവുകൾ കൂടെ ഈ പറയുന്ന പ്രതിക്കെതിരെ കിട്ടേണ്ടതുണ്ട്. ഇത് 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അഫാന് കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പ് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അബ്ദുൾ റഹീമിനെ സംബന്ധിച്ച് അദ്ദേഹമാണ് ഇപ്പോ ഇതെല്ലാം സഹിക്കുന്നതും അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ശരിക്കും മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോ വീട് വയ്ക്കുന്നതായാലും അതുപോലെ തന്നെ ഒരു കൂടെ 2 സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഏതിനും കൂടെ നിൽക്കുന്ന വീട് വെക്കണമെങ്കിൽ ഇപ്പൊ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. ആ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ അധികൃതർ പറഞ്ഞ കണക്ക് ഒരു വീട് വെക്കാൻ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അപ്പൊ ഒരു കയറി കിടക്കാൻ ഒരു വീടില്ല. ഭാര്യയുടെ ചികിത്സാർത്ഥം ഇപ്പോ ഒരു ക്ലിനിക്, ഒരു സെന്ററിലാണ് ഭാര്യ ഉള്ളത്. അപ്പൊ ഭാര്യയുമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, കയറി കിടക്കാൻ ഒരു കൂരയില്ല. സ്ഥലമില്ലാത്തത് കൊണ്ട് വീടെന്നുള്ള ഒരു സ്വപ്നം തന്നെ ഇപ്പൊ അകലെയാണ്. പിന്നെ സ്വന്തമായുള്ള ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ജപ്തിയുടെ ഭീഷണിയിലാണ്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ 2 മാസം കൂടെ അതിന്റെ പേരിൽ പല കേസുകളൊക്കെ നടക്കും. ഇതുവരെയും അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ കേസ് ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുകയാണ്.